ഗൈസ്, വെൽക്കം ടു കുട്ടി കുട്ടി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഴമയുടെ മാധുര്യം നൽകുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനു വേണ്ടിയിട്ട് നാളികേരം ചിരകിയത്, കടുക്, ജീരകം, കാന്താരി മുളക് ഇതെല്ലാം മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിൽ ഒരു അതിഥി ഉണ്ടാവും അല്ലേ? അതാണ് ഈ മാമ്പഴ പുളിശ്ശേരി. പലരും പല രീതിക്ക് ഉണ്ടാക്കും. മധുരം കൂട്ടിയും മധുരം കൂട്ടാതെയും എല്ലാം ഉണ്ടാക്കാറുണ്ട്. അച്ഛമ്മയും അമ്മമ്മയും എല്ലാം അടിപൊളി കഴിച്ചാണ് ഈ ഒരു കറി ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഈ കഥയിലെ പ്രധാന കഥാപാത്രം ആരാണ്? മാങ്ങ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഈ ഒരു വെള്ളരിക്കയും അതുപോലെ നമ്മൾ തോല് കളഞ്ഞു വെച്ച മാങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് 5 വിസിലടിക്കുമ്പോഴേക്ക് നമുക്ക് ഓഫാക്കിയെടുക്കാം. നിങ്ങൾക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 5 വിസിലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കലാണ്. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ടെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉലുവ കൂടി ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ, കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പാവും. ഇനി ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടിച്ച് വറ്റൽമുളകും കടുകും നമ്മൾക്ക് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.